എറണാകുളം ജില്ലയിലെ ചേന്നാമംഗലത്തിൻ്റെ മുഖച്ഛായ മാറ്റിമറിച്ച കൊടും ക്രൂരതയുടെ ഒരു കഥയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്താണ് വിവരിക്കാനുള്ളത്? ഈ കൊടും കൊലപാതകത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കൊലപാതകം വളരെ ഹൃദയഭേദവും ദാരുണവുമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമാണത്. പക്ഷേ ഈ ക്രിമിനൽ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര മാരകമായ രീതിയിലുള്ളൊരു ആക്രമണം നടത്തിയത് വളരെ ദുഃഖകരമാണ്. ഒരു കുടുംബത്തെ തന്നെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലോട്ടുള്ളൊരു ആക്രമണം നടത്തിയുള്ളത്. ഈ രാജ്യത്ത് നീതിപീഠത്തിൽ നിന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ശിക്ഷ തീർച്ചയായിട്ടും ഈ പ്രതി അർഹിക്കുന്നുണ്ട്. അതിനുള്ള സത്വരമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇതെല്ലാം തീർച്ചയായിട്ടും നടത്തേണ്ടതാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലോട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടാകേണ്ടത്. അതുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരിക്കും സ്വതന്ത്ര ഇന്ത്യയിലെ അവകാശങ്ങളെ ചവിട്ടിത്താത്തുന്ന രീതിയിലുള്ള ഒരു കൊലപാതക ശ്രമവും കൊലപാതകവുമാണ് നടന്നിരിക്കുന്നത്. അത് ഇതിനു മുൻപ് കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ടോ ഇദ്ദേഹം, ഈ ഒരു ക്രിമിനൽ? ഇതിനു മുമ്പ് കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രമമൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി ഉള്ള കാത്തിരിപ്പൊക്കെ നടത്തിയതായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻകരുതലുകൾ അല്ലേ? തനിക്ക് വിരോധമുള്ള ആളുകളോട് വകവരുത്തുന്നതിനുള്ള കാര്യത്തിന് വേണ്ടി പതിയിരുന്ന് ആക്രമിക്കാനും ഭാഗ്യവശാലി ആ നിശ്ചയിക്കപ്പെട്ട ആളുകൾ ആ വഴി കടന്നു വരാത്തതിന്റെ പേരിൽ ജീവൻ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ടെന്നാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒരു പ്രശ്നം തന്നെയാണ്. ഈ ആൾക്ക് ചെറുപ്പത്തിലേ തുടങ്ങിയ ഈ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും ഒറ്റ ബുദ്ധിയാണ് അല്ലെ? വരും വരായികളെ പറ്റി യാതൊരു വിധത്തിലുള്ള ചിന്തയുമില്ല. പിന്നെ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മളങ്ങനെ പറയണത് ശരിയല്ലെങ്കിലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു വിധത്തിലുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. നിയന്ത്രണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അവരെടുക്കുന്ന സമീപനം ഈ പ്രതിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സപ്പോർട്ടിങ് ആയിരുന്നു എന്നുള്ളത്. ശരിക്കും മാനസിക രോഗമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തെടുത്താണോ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മാനസിക രോഗമുണ്ടോ? മാനസിക രോഗം എന്നല്ല പറയുന്നത്, അതായത് ഐക്യുവിൻ്റെ ഒരു വിഷയമുണ്ട് പഠിക്കുന്ന കാലത്ത്. അപ്പോൾ സ്കൂൾ തലത്തിൽ പഠനത്തിന് ഉള്ള ഒരു ഇതുള്ള വൈകല്യമുള്ളതിൻ്റെ പേരിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അന്ന് സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് ഇത് മന്ദബുദ്ധിയാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണെന്നുള്ളൊരു ലേബലിലോട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പലതും ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ള ഇത്തരം സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്. അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് മറച്ചു വെക്കുന്നതിന് വേണ്ടി, ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ആരെ വേണമെങ്കിലും കൊല്ലാമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത് ഇനിയെങ്കിലും അത്തരം സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുമ്പോൾ വളരെ ജാഗ്രത വർദ്ധിക്കേണ്ടതാണ്. അത് കൊടുക്കേണ്ട അതോറിറ്റി കൊടുക്കാവൂ എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്ക് ഈ കാര്യത്തിലുണ്ട്. കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേന്നാമംഗലം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് TC കൊടുത്ത് പറഞ്ഞു വിട്ട ഒരാളാണ് ഈ പ്രതി. അപ്പോൾ അന്നേ തുടങ്ങി ഈ പ്രതി ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഒട്ടനവധി ക്രിമിനൽ ക്രൈമിൽ പങ്കെടുത്തിട്ടുണ്ട്. ക്രൈമിൽ ഇപ്പോൾ പല ക്രൈമുകളും കേസായിട്ടില്ല. അപൂർവം ചിലത് മാത്രമേ. മാനസിക വിഭ്രാന്തി ഉള്ളത് കൊണ്ട് അതിനൊക്കെ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. തീർച്ചയായിട്ടും നമുക്ക് പൊതുവായിട്ട് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും മാനസിക രോഗ സംബന്ധമായുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വളരെ അവലോകനത്തോടെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. അല്ലെങ്കിൽ ഇത് ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഒരു സ്ഥിതി. ഇതേപോലുള്ള ക്രിമിനലുകൾ വളരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ഒറ്റയടിക്ക് തീർത്തിരിക്കുന്നത്. 4ാമത്തെ ആളുടെ സ്ഥിതി എന്താണെന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ടും നമുക്ക് ഒരു ഇതിലോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനോടൊപ്പം 2 കുരുന്നുകളുണ്ട്. അവരാണ് കുട്ടികളുടെ കാര്യമാണ് വളരെ കഷ്ടം. കാരണം 11ഉം 7ഉം വയസ്സുള്ള
കുട്ടികളാണ് അത് ആ കുഞ്ഞുങ്ങളുടെ മുൻപിലിട്ട് തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ആക്രമിച്ചിരിക്കുന്നത്. കാരണം അവർ മാനസികമായ കുട്ടികൾ കഴിഞ്ഞ് അവരെ ടേക്കപ്പ് ചെയ്തെടുക്കുന്നതിന് ഒരുപാട് അവരുടെ വളർച്ചയെ ബാധിക്കും ശരിക്കും. അതോടൊപ്പം തന്നെ ഈ ചേന്നാമംഗലത്തിന്റെ ഒരു മുഖച്ഛായ ശരിക്കും കരിവാരി തേച്ചൊരു ശൈലിയിലേക്കാണ് പോയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഇന്റർനെറ്റ് ഇത് പരിശോധിക്കുമ്പോൾ ചേന്നാമംഗലത്ത് നിന്ന് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ കൈത്തറി ഗ്രാമം എന്നാണ് അത് മാറി. അതിൽ കൂടുതൽ വന്നിരിക്കുന്നത് ഇപ്പോൾ കേസ് അല്ലെങ്കിൽ ക്രൈം വരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ചേന്നാമംഗലം അറിയപ്പെടുന്നത്. അത് ഇന്റർനെറ്റിൽ വരെ അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യം. സത്യത്തില് അതിനു മുൻപ് വരെ നമ്മുടെ ഇഷ്ട ഗായകന്റെ പേരടക്കം മാന്യത ഉയർത്തിപ്പിടിച്ച നിമിഷങ്ങളായിരുന്നു. ഒരുപാട് മഹാന്മാരും മഹത് വ്യക്തികളും കലാകാരന്മാരും നോവലിസ്റ്റ് സേതു ആയാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം അന്തരിച്ച ഗായകൻ ജയേന്ദ്രനായാലും അങ്ങനെ ഒരുപാട് ആളുകളെ പറ്റി നമുക്ക് ഒട്ടനവധി നല്ല നല്ല കൊള്ളാവുന്ന സ്ഥലമാണ്. TCN മേനോൻ ജനിച്ച സ്ഥലം, അങ്ങനെ ഒരുപാട് ഇതുള്ളൊരു സ്ഥലമായി. ചേന്നാമംഗലം എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടനവധി നല്ല നല്ല സിനിമകൾ ചിത്രീകരിച്ച സ്ഥലം കൂടിയാണ്. അങ്ങനെയുണ്ട്. പക്ഷെ ഈ ഒരു ക്രൈമിന് ശേഷം പൊതുവെ മോശമായി മാറ്റി എന്നാണ് പറയാം. ക്രൈമിന് ശേഷം മോശമായൊരു പ്രതിച്ഛായ ഉണ്ട്. എങ്കിലും ചേന്നാമംഗലത്തിന് തനതായ സ്വഭാവം അത് ഒരിക്കലും പോകില്ല. തിരിച്ചു വരും, അത് ഒരിക്കലും പോകില്ല. ഇതേപോലുള്ള ക്രിമിനലുകളെ ഇനി വളർത്തണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കേരളക്കാരെ മാത്രമല്ല ലോകം മലയാളികളുടെ മുൻപിൽ വരുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ. ക്രിമിനലുകൾ വളർത്തുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരും അറിഞ്ഞുകൊണ്ട് വളർത്തുന്നതല്ല ഇത്. പക്ഷേ ഇത് അതായത് ശ്രദ്ധയിൽപ്പെടാഞ്ഞതാണോ, ശ്രദ്ധയിൽപ്പെടാണ്ട് പോയിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ അതിനകത്ത് പോലീസ് സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിൽ കുറച്ചുകൂടി ജാഗ്രത അതിനകത്ത് കാണിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നുള്ളൊരു. നിലവിൽ ഈ ഒരു ക്രിമിനൽ എന്ന് നമ്മൾ പറയേണ്ട ഒരു പ്രതിയെ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം കോടതിയിൽ കൊണ്ടുവരുമ്പോൾ ഫുൾ പ്രൊട്ടക്റ്റഡ് ആണ്. 50-80 പോലീസുകാരുണ്ട്. ഇപ്പൊ പ്രതികൾക്കാണ് മാനുഷികമായ പരിഗണന കൊടുക്കുന്നത്. അതായത് ഇതില് മരണപ്പെട്ട ആ കുടുംബത്തിന് 2 പോലീസുകാർ ഇതിന് മുൻപ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു കൊലപാതകം നടക്കില്ലായിരുന്നു. ശരിയല്ലേ? പക്ഷെ അത് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു വിഷയം പരിശോധിക്കുമ്പോൾ തന്നെ അത് ശരിയാണ്. പക്ഷെ അതിനകത്ത് നമുക്ക് മുഴുവൻ ആളുകൾക്കും വ്യക്തിപരമായി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാന്ന് പറയുന്ന ഒരു സംവിധാനത്തിലോട്ട് അല്ല, ഇത്രയും കേസുകൾ അവിടെ പോയിട്ട് കൊടുത്തിട്ടും 3-4 തവണ പോയി പറഞ്ഞിട്ടും നമുക്കിപ്പോൾ ഈ പറയുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലിരിക്കുന്ന ഈ ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു വാസ്തവത്തിൽ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടില്ല. VD സതീശൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ലെന്നു. അല്ല, അങ്ങനെ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ളൊരു രീതി പെട്ടിട്ടില്ല എന്നുള്ളതാണിത് സംഭവം. ചെറിയ പ്രശ്നങ്ങൾ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ഇൻസിഡൻസ് ഒക്കെ സ്ഥല സമയത്ത് തന്നെ ഇതൊരു ചെറിയ പ്രശ്നമായിട്ടാണ് ശരിക്കും മറ്റുള്ളവർ എടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് ഈ ഒരു രീതിയിൽ വരുമെന്നുള്ള പ്രതീക്ഷയില്ല. അതായത് ജീവിതത്തെ കുറിച്ച് പ്രതീക്ഷയുള്ള ഒരു യുവാവും ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. ജീവിതത്തെ ജീവിക്കണമെന്നുള്ള ആഗ്രഹവും പ്രതീക്ഷയുമുള്ള ഒരു യുവാവും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തത്. ഓരോ ദിവസവും നേരം വിളിക്കുമ്പോൾ ഒട്ടനവധി ചെറുപ്പക്കാർ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു പോകുന്ന ഓരോ മൂമെന്റ്സ് നമ്മൾ കാണുന്നതാണ്. ബുദ്ധിമുട്ടി ജോലിയെടുത്ത്. അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു ക്രൈം ചെയ്തിരിക്കുന്നത്. അതെ, വാസ്തവത്തിൽ ഈ കുടുംബം ഒരു ബേസിക്കായിട്ട് പറയുമ്പോൾ ഒരു താഴെ തട്ടിലുള്ള കുടുംബം തന്നെയാണ്. പക്ഷേ ആ താഴെ തട്ടിലുള്ള കുടുംബമാണെങ്കിലും അവർ അത് പരിപാലിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടില്ല, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ചെറിയ ക്രൈമുകൾ വന്നപ്പോഴും അതൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വിട്ടു എന്നുള്ളതാണ്. അത് ഈ സർട്ടിഫിക്കറ്റ് ആണ് അതിൻ്റെ മെയിൻ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്.